സൺറൈസിന്റെ പുതിയൊരു പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് ജോസഫ് തോമസ്. സൺറൈസിന്റെ ഒബ്ജക്റ്റ് ഇൻസ്പയറിംഗ് പീപ്പിൾ. ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു വേദിയാണ് സൺറൈസ്. ഇന്നത്തെ സ്പീക്കർ അനിൽകുമാർ സാറാണ്. സാർ സൺറൈസ് ഫാമിലി മെമ്പറാണ്. വിവിധ വിഷയങ്ങളുമായി സൺറൈസിൽ സ്പീക്കറായിട്ട് സാർ വന്നിട്ടുണ്ട്. NSDC സർട്ടിഫൈഡ് ട്രെയിനർ, മൈൻഡ് പവർ കോച്ച്, ചെസ് കോച്ച് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. ഏറെ സ്നേഹത്തോടെ എല്ലാവരുടെയും അനുഭവത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം അനിൽകുമാർ സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. എന്നെ കാണാലോ അല്ലേ? ഓഡിയോ ക്ലിയർ അല്ലേ സാറേ? ഓഡിയോ ക്ലിയർ. കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു ജോസഫ് സാർ, എന്നെ നല്ല രീതിയിൽ വെൽക്കം ചെയ്തതിന്. താങ്ക് യു ഓൾ സൺറൈസ് ഫാമിലി മെമ്പേഴ്സ്. വീണ്ടും നല്ലൊരു ഗ്രൂപ്പുമായിട്ട് വീണ്ടും ചേരുക. കുറച്ച് ഗ്യാപ്പായി. നമ്മൾ പറയില്ലേ, എവരിതിങ് ഹാപ്പൻസ് ഇൻ ലൈഫ് ഫോർ എ റീസൺ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഒരു കാരണമുണ്ടാകും. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ സമയത്ത് ഇപ്പോൾ ഇവിടെ കൂടിച്ചേർന്നത്. നമ്മളുടെ ഒരു അഫർമേഷൻ തന്നെ ഇതാണ്: വി അട്രാക്ട് റൈറ്റ് പീപ്പിൾ ആൻഡ് റൈറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ ടു മൈ ലൈഫ്, ഇൻ ടു അവർ ലൈഫാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ വരിക, കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, ഷെയർ അവർ തോട്ട്സ്, വിഷൻ, മിഷൻ. അപ്പോൾ ഓക്കെ, നമുക്ക് സെഷൻ തുടങ്ങാം. ആർ യു റെഡി? ആർ യു റെഡി? യെസ്. വെറുതെ ഒന്ന് ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്യുക. യെസ് യെസ്. ഓക്കെ, നമുക്ക് ഞാനൊന്ന് ഷെയർ ചെയ്യാം. എന്റെ PPT വന്നോ നോക്കിക്കോട്ടെ. PPT ഓൾറെഡി വന്നോ? ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പണ്ടൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇതായിരുന്നു: എന്തുകൊണ്ട് എനിക്ക് ഈ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു? നമ്മൾ എന്നിട്ട് കമ്പാരിസൺ ചെയ്യും. തൊട്ടടുത്ത വീട്ടിൽ സംഭവിച്ചോ? തൊട്ടടുത്ത വീട്ടിൽ സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് വളരെ സങ്കടമായിരിക്കും. പക്ഷെ വി അപ്ഡേറ്റ് അവർ തോട്ട്, അവർ ഇമോഷൻ. നമ്മളിപ്പോ എങ്ങനെയാ ചിന്തിക്കുന്നത്? നമ്മൾ ചിന്തിക്കുന്നത് വൈ ഇറ്റ് ഹാപ്പൻസ് ടു മീ എന്ന് മാറ്റിയിട്ട് വാട്ട് ഐ ക്യാൻ ലേൺ ഫ്രം ഇറ്റ്. ആം ഐ കറക്റ്റ്? ജോസഫ് സാറേ, ക്ലിയർ ആണോ? PPT കാണുന്നുണ്ടോ അല്ലേ? അപ്പോ എന്റെ സെഷന്റെ പേര് ഇതാണ്: ആർട്ട് ഓഫ് ബിലീവിങ് യുവേഴ്സെൽഫ്. നമ്മൾ നമ്മളെ അല്ലാതെ ഈ ലോകത്ത് വേറെ ആരെയാണ് വിശ്വസിക്കുന്നത്? ശരിയല്ലേ? നമ്മൾ നമ്മളെ അല്ലാതെ ആരെയാണ് കൂടുതൽ വിശ്വസിക്കുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ചോദ്യം ഇതാണ്: സ്കെയിൽ യുവർ റേറ്റിംഗ് ഫ്രം 1 to 10. 1 മുതൽ 10 വരെ ഉള്ള ഒരു സ്കെയിലിൽ നിങ്ങൾ വിശ്വസിക്കുന്ന എത്രയായിരിക്കും ആ സംഖ്യ? മേ ബി 5, എബവ് 5, ഒരു നമ്പർ എന്ന് വെറുതെ ഒന്ന് മനസ്സിൽ കണക്കൂട്ടാവോ? ഞാൻ 10ൽ എനിക്ക് 9 മാർക്ക് കൊടുക്കുന്നു. എനിക്ക് 10ൽ എനിക്ക് 5 മാർക്ക് കൊടുക്കുന്നു. എനിക്ക് 10ൽ 2 മാർക്ക് കൊടുക്കുന്നു. എന്നെ വിശ്വസിക്കുന്നതിൽ എത്ര മാർക്കായിരിക്കും ഒന്ന് കൊടുക്കുന്നത്? എല്ലാവരും ഒന്ന് മനസ്സിൽ വേണമെങ്കിൽ ഗ്രൂപ്പിൽ വേണമെങ്കിൽ ഇടാം, ചാറ്റ് ബോക്സിൽ ഇടാം. എന്റെ ചോദ്യം ക്ലിയർ ആയോ സാറേ? നമ്മൾ എത്ര മാർക്ക് നമുക്ക് കൊടുക്കും? ഞാൻ 10 കൊടുത്തു. വെരി ഗുഡ്. ജോസഫ് സാറിന് ഒരു ഗൈഡ് കൊടുക്കാം. 10 മാർക്ക് കൊടുത്തു. ഓക്കെ, പിന്നെയോ? അടുത്തതോ? വേറെ ആരെങ്കിലും? അനീഷ് സാർ, എത്ര മാർക്ക് നമ്മളെ വിശ്വസിക്കുന്നതിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്? 10 മാർക്ക് കൊടുക്കാം സാർ. 10 മാർക്ക്. വെരി ഗുഡ്. വേറെ ആരെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സിൽ വരികയാണ് സാർ എന്ന് പറയണം. നമുക്ക് ചാറ്റ് ബോക്സ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഉപയോഗിക്കാം. എത്ര മാർക്ക്? 8-5 വരുന്നുണ്ട്. എത്ര? ഒന്ന് സാർ ഒന്ന് വായിച്ചു. ഇപ്പം ബീന അലക്സ് ഇത്ര മാർക്ക് കൊടുത്തു, പിന്നെ നമ്മുടെ ഷമീസ് സാർ ഇത്ര മാർക്ക് കൊടുത്തു. എന്നിട്ട് വേണം നമുക്കൊരു സെഷൻ ഇങ്ങനെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ.
8-5 ഒക്കെ കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. 8-5 എന്തോ ആയിക്കോട്ടെ, നമുക്കൊരു പോയിന്റ് കൊടുക്കുന്നുണ്ടല്ലോ, അത് ഇമ്പോർട്ടന്റ് ആണ്. 68 കൊടുത്തവരാണ്. 68. ഞാൻ ഔട്ട് ഓഫ് 10 ആണ് കേട്ടോ സാറേ. ഔട്ട് ഓഫ് 10 68. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, പിന്നെയോ ബോസ് സാറ് 10 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 10. അപ്പൊ എന്റെ സെഷൻ ഇന്ന് ഇതാണ്, ബിലീവിങ് യുവേഴ്സെൽഫ്. ഈ ലോകത്ത് നമ്മൾ നമ്മളെല്ലാം ആരെയാണ് കൂടുതൽ വിശ്വസിക്കുന്നത്? ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഗ്ലാസ്സിൽ ദിവാര സർ 10 കൊടുത്തു, വെരി ഗുഡ്. നമ്മുടെ കയ്യിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളമുണ്ടെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം. നമ്മൾ നമ്മളെ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ മറ്റ് ആരെയും വിശ്വസിക്കില്ല. നമ്മൾ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ നമുക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ അത് വെറും മുഖംമൂടി മാത്രം. സോ മൈ സെഷൻ ഈസ് ലവ് യുവേഴ്സെൽഫ്, ബിലീവ് ഇൻ യുവേഴ്സെൽഫ്, അപ്രീഷിയേറ്റ് യുവേഴ്സെൽഫ് ഫസ്റ്റ്. അപ്പൊ ആർ യു റെഡി? യെസ്, ബിലീവ് ഇൻ യുവേഴ്സെൽഫ്. ഓക്കെ, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്തെല്ലാം ചില ടിപ്സുകൾ എങ്ങനെ ഉപയോഗിക്കാം, ഇതാണ് എന്റെ സെഷൻ. അപ്പൊ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. മുമ്പ് നമ്മുടെ ആ PPT ഷെയർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇല്ലല്ലേ സാറേ? കാണാൻ പറ്റുന്നുണ്ടോ? സംതിങ് എറർ, നെറ്റ്വർക്കർക്ക് വീണ്ടും കാണാം. അയ്യോ, സ്റ്റോപ്പ് ആയിപ്പോല്ലോ. ഒരു സെക്കൻഡ് ഒന്നുകൂടി കാണാലോ സാറേ? കാണാം. ഓക്കെ, എന്താണ് അതിൽ സ്ക്രീനിൽ കാണുന്നത്? എന്തായിരുന്നു? അത് മതി. അത് ഓക്കെ. Believe in yourself. അടുത്ത, അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു? ഓൺ എ സ്കെയിൽ 1 to 10 നമ്മൾ എല്ലാരും കൊടുത്തല്ലോ. 1 ആകാം, 10 ആകാം, എന്ത് കൊടുത്തു? അത് പോട്ടെ, നമുക്ക് അതെല്ലാം പോട്ടെ. ഫസ്റ്റ്, ബിലീവിംഗ് യുവേഴ്സെൽഫ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേഴ്സ് അച്ചീവിംഗ് യുവർ ഗോൾസ് ആൻഡ് റിയലൈസിംഗ് യുവർ ഡ്രീംസ്. നോക്കിയേ, നമ്മളെ വിശ്വസിക്കുന്നതാണ് ഏറ്റവും പ്രഥമ പരിഗണന. അതെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന സംഭവങ്ങൾ നമുക്ക് ഇങ്ങനെ കണക്കാം. ഒരു തിങ്ക്, ഫീൽ, ആക്ട്, ഇത് ഇങ്ങനെ റൊട്ടേറ്റ് വരുന്നു. നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ ഫീൽ ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു, വീണ്ടും വീണ്ടും ഇങ്ങനെ വരുന്നു. നോക്കിയേ, എന്തുകൊണ്ടാണ് ഈ ബിലീഫ് മാറ്റേഴ്സ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് നോക്കിയേ. അവിടെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ചെറിയ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം. നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു, നമ്മളുടെ റെസിലിയൻസ് പവർ വർദ്ധിക്കുന്നു. ഒരു ഇമ്പോർട്ടന്റ് വേർഡാണ്, വാട്ട് ഈസ് റെസിലിയൻസ്? ഒരു രാജ്യത്തിന്റെ ജനത റെസിലിയന്റ് ആണെങ്കിൽ ആ രാജ്യം വികസിച്ചു എന്നാണ് അർത്ഥമാക്കുന്നത്. വാട്ട് ഈസ് റെസിലിയൻസ്? റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ബൗൺസ് ബാക്ക് ഫ്രം സെറ്റ് ബാക്സ്, ഫെയിലുവർ, പ്രോബ്ലംസ്. എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ആദ്യം എത്തുക എന്നുള്ളതാണ്. ഞാൻ ഈ ടേബിളിൽ നിന്ന് താഴെ വീണാൽ ആദ്യം എത്തേണ്ടത് ആ ടേബിളിൽ തിരിച്ചെത്തുക. മീൻസ് റെസിലിയൻസ് എന്ന് വെച്ചാൽ ഒരു പ്രതിരോധ ശക്തി. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളാകാം, കലാമിറ്റി ആകാം, ചില വേണ്ടപ്പെട്ടവരുടെ വേർപാടാകാം. ഇതൊക്കെ വന്നാലും നമ്മൾ റെസിലിയന്റ് ആണെങ്കിൽ വീണ്ടും അതേ പൊസിഷനിൽ എത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വൈ ഇറ്റ് ഹാപ്പൻസ് മാറ്റിയിട്ട് വാട്ട് ഐ ക്യാൻ ലേൺ ഫ്രം ഇറ്റ്. എനിക്ക് എന്ത് പഠിക്കാൻ കഴിയും? ഹൗ ഐ ഇംപ്രൂവ് മൈസെൽഫ് ടു എ ബെറ്റർ വെർഷൻ. എന്റെ ഏറ്റവും വലിയ ബെറ്റർ വെർഷന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ അതിനെ മാറ്റാൻ കഴിയും എന്ന് പറയുന്നു. പിന്നെ നമുക്ക് എന്താ? ബിലീവ് ഇംപ്രൂവ്സ് ഡിസിഷൻ. ഈ ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ചാൽ വളരെ പ്രശ്നമുള്ളൊരു കാര്യമാണ്. നാളെ നമുക്ക് എത്ര മണിക്ക് ഒരു ഫംഗ്ഷന് പോകണം? ഒരു ടെക്സ്റ്റൈൽസ് കയറിയാൽ അവിടെ ഒരു ഡ്രസ്സ് എടുക്കുന്നതിനുള്ള തീരുമാനം. ഒരാൾ ഒരു ഫംഗ്ഷന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഒരു പണം കടം ചോദിക്കുമ്പോൾ കൊടുക്കണോ വേണ്ടയോ? ഇങ്ങനെയുള്ള കുറെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമ്മൾ ടെൻഷൻ എടുക്കുകയാണ്. ഈ തീരുമാനങ്ങൾ ടെൻഷൻ എടുത്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമയങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ കഷ്ടപ്പെടുത്തി, നമ്മൾ വിശ്വസിക്കാത്തതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായവർക്ക് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? എനിബഡി? ആരും കേൾക്കുന്നില്ലേ? തീരുമാനം എടുക്കാൻ പറ്റാതെ നമ്മൾ ഇങ്ങനെ ടെൻഷൻ എടുത്തിട്ട് ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ? ചിലപ്പോൾ ജോബൻ സാറൊക്കെ വീണ്ടും ഒരു 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണോ?
ഇതിൽ കുറച്ച് ആൾക്കാരെ നിയമിക്കണോ, അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ തല പുകഞ്ഞിങ്ങനെ ഉറക്കം വരാത്ത രാത്രികൾ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ഷെയർ ചെയ്യാവോ? പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം തന്നെയാണ് സാറേ. അതെ അതെ അതെ. പ്രത്യേകിച്ച് ഒരു സാഹചര്യം പറയാനില്ലെങ്കിലും ഓൾമോസ്റ്റ് ഏതെങ്കിലും ഡിസിഷൻ കാര്യം വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളത് വേണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലേക്ക് വരാറുണ്ട്. ഓ വെരി ഗുഡ്. അതെ അതെ സാർ. അപ്പൊ അവിടെയൊക്കെ നമ്മളുടെ എക്സ്പീരിയൻസ് അല്ലേ നമ്മളെ സഹായിക്കുന്നത്? ഉറപ്പായിട്ടും. ലേൺ ഫ്രം അവർ ഫെയിലിയർ. നമ്മൾ ഒരാൾക്ക് കടം കൊടുത്തു കഴിഞ്ഞ് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ എപ്പോഴും ചൂടുവെള്ളത്തിൽ വീണ അല്ലെ പൂച്ചയെ പോലെ ആയിരിക്കും. ആര് ചോദിക്കുമ്പോഴും മറ്റേയാളെ പോലെ ആകുമോ? അപ്പൊ ഈ ഡിസിഷൻ മേക്കിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബിലീവ് ഇൻ യുവർ സെൽഫ്, നമ്മളെ വിശ്വസിക്കുന്നത്. ഇൻക്രീസ് മോട്ടിവേഷൻ ആൻഡ് ഡ്രൈവ്. അനദർ വളരെ ഇമ്പോർട്ടന്റ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. നമുക്ക് പല പല സ്കിൽസ് ഉണ്ട്. പ്രശ്ന പരിഹാര ആ ഒരു നിപുണത നമുക്ക് ലഭിക്കുന്നു. അടുത്തെന്താണെന്ന് നോക്കിയേ, സ്ക്രീനിൽ വന്നോ? അടുത്ത വന്നോ? നെക്സ്റ്റ് വന്നോ? ഇല്ലില്ല, വന്നില്ല അല്ലേ? സംതിങ് ഹാപ്പൻ. നോക്കട്ടെ. സാർ, ഞാൻ ഒരു ഡിസിഷൻ എടുക്കാൻ നേരത്തെ ടെൻഷൻ അടിച്ചേക്കണ ഒരു കാര്യം പറയട്ടെ. അതെ, ഷെയർ ചെയ്തുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് ഭയങ്കര പ്രയോജനമാകും. ഷുവർ. നമ്മുടെ ക്ലാസ് ഒരിക്കൽ നമ്മുടെ മുമ്പിൽ നല്ലൊരു അവസരം കിട്ടി, ഒരു ബിസിനസ്. അത് പക്ഷെ അത് ജെന്യൂൻ ആണെന്ന് തോന്നി. പക്ഷെ അതിൻ്റെ അകത്തേക്ക് അസോസിയേറ്റ് ചെയ്യാൻ നമുക്ക് ഫിനാൻഷ്യലി ഉള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ആ സമയത്ത് നമുക്ക് ഫിനാൻഷ്യലി മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ ജെന്യൂൻ ആണെന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയും ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ഓ കണ്ട സാർ, വെരി ഗുഡ്. അത് നല്ലൊരു ഈ ഒരു ഷെയറിങ് വളരെ പ്രധാനപ്പെട്ട. ഇപ്പൊ ജോമൻ സാറും പറഞ്ഞൊരു കാര്യം, ഈ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ ഒരുപാട് സമയം, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ വന്നതാണ്. ഭാര്യ ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നു സെലക്ഷന് വേണ്ടിയിട്ട്. ഭർത്താക്കന്മാർക്ക് ഇരിക്കാനായിട്ട് വലിയൊരു സോഫയും ഇതെല്ലാം ഉണ്ട്. ഭർത്താക്കന്മാർ ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ മൊബൈൽ നോക്കിയിരിക്കുന്നു. കാരണം ഭാര്യ അവിടെ സെലക്ഷൻ നടത്തുന്നതിന് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുകയാണ്. അത് നമുക്ക് പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നത് ആ ഒരു തീരുമാനം എടുക്കുന്നതിൽ. അപ്പം വളരെ താങ്ക്സ് ഷെയർ ചെയ്തതിന്. നമുക്ക് അടുത്ത് ഐഡന്റിഫൈയിങ് സെൽഫ് ഡൗട്ട്. ഇപ്പൊ സാർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മളെക്കുറിച്ച് ഒരുപാട് ഡൗട്ട് ഉണ്ട്. പക്ഷെ ബിലീവിങ് യുവർ സെൽഫ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ആ ഒരു സംശയത്തെ നമുക്ക് ഐഡന്റിഫൈ തിരിച്ചറിയാൻ പറ്റും. റെക്കഗ്നൈസ് ആൻഡ് ചലഞ്ചിങ് നെഗറ്റീവ് സെൽഫ് ടോക്ക് ഈസ് ക്രൂഷ്യൽ ഫോർ ബിൽഡിംഗ് സെൽഫ് ബിലീവ്. യെസ് പ്രിയമുള്ളവരെ, നമുക്ക് വലിയൊരു സെൽഫ് ബിൽഡ് ചെയ്യുന്നതിന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ബിലീവിങ് യുവർ സെൽഫ്. നമ്മുടെ നെഗറ്റീവ് ടോക്കിനെ റിമെമ്പർ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ 24 hours ഒരു 60 to 70,000 ടോക്സ്, ഇന്റേണൽ ടോക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. 60,000 മുതൽ 70,000 വരെ. അതിൽ 90% നെഗറ്റീവ് ആയിരിക്കും. ആ നെഗറ്റീവ് ടോക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ആ വിശ്വാസം, നമ്മളെക്കുറിച്ചുള്ള ഒരു വിശ്വാസം കൊണ്ട് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും. അടുത്ത നോക്കിയേ, സെൽഫ് ബിലീഫ്. നോക്കിയേ, പ്രാക്ടീസ് പോസിറ്റീവ് അഫർമേഷൻ. നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുക. ഫോക്കസ് ഓൺ സ്ട്രെങ്ത് ആൻഡ് അക്കംപ്ലിഷ്മെന്റ്സ്. ഇപ്പൊ ജോമൻ സാർ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ വിജയങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ചില സ്ട്രെങ്തുകളെയൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യാം. ഇൻസ്റ്റെഡ് ഓഫ് നെഗറ്റീവ് ടോക്ക്, സെറ്റ് അച്ചീവബിൾ ഗോൾസ് ആൻഡ് സെലിബ്രേറ്റ് സക്സസ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നമ്മൾ അച്ചീവബിൾ, നമുക്ക് നേടാൻ കഴിയുന്ന ഗോൾസ് സെറ്റ് ചെയ്യുക. ഇപ്പൊ ഞാനൊരു ബോഡി ബിൽഡർ ആകണം എന്ന് കരുതി എനിക്ക് ഇന്റർനാഷണൽ ഇതാണെന്ന് കരുതി പ്രാക്ടീസ് ചെയ്താൽ നടക്കില്ല എന്നറിയണം. അതാണ് ആ ഗോളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താ? എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോളാണ്. ഞാനിപ്പോ പറയുന്നു, ഐ വാണ്ട് ടു ബിക്കം എ ഇൻസ്പിറേഷണൽ ഇന്റർനാഷണൽ ട്രെയിനർ. ഇറ്റ് ഈസ് മൈ ഗോൾ. അതെനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലിബ്രേറ്റ് അക്കംപ്ലിഷ് സക്സസ്. നമ്മൾ വലിയ വിജയങ്ങൾ ആഘോഷിക്കാതെ ചെറിയ ചെറിയ വിജയങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സെലിബ്രേറ്റ് ചെയ്യണം. ഞാൻ ഇന്നലെ ഒരു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ സെലിബ്രേറ്റ് സ്മാൾ വിൻസ്, സെലിബ്രേറ്റ് സ്മാൾ സ്റ്റെപ്പ്. നമ്മളൊരു കാര്യത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ചുവട് തന്നെ നമ്മൾ ആഘോഷിക്കുക. ഇപ്പൊ ഒരു ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഒരാൾ ഒരു ചെറിയ കട്ട കൊണ്ടുവരുമ്പോൾ ആ കട്ട ആ വലിയ ബിൽഡിങ്ങിൽ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെയുള്ള ചെറിയ ചെറിയ കട്ടകളാണ് ആ വലിയ കെട്ടിടത്തെ അതിന്റെ പൂർണ്ണ രൂപത്തിലാക്കിയത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ സെലിബ്രേറ്റ് സ്മാൾ വിൻസ്.
അടുത്ത സറൗണ്ട് യുവേഴ്സ് വിത്ത് പോസിറ്റീവ് സപ്പോർട്ടീവ് പീപ്പിൾ. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ദിസ് ഗ്രൂപ്പ് ഈസ് ദാറ്റ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ കഴിവുകൾ കണ്ടെത്തുന്ന, നമ്മുടെ സ്വപ്നങ്ങൾക്കും അപ്പുറം നമ്മളെ ഉയർത്തുന്ന, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ല നല്ല ആൾക്കാരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സൗഹൃദം സ്ഥാപിക്കണം. ആ ഗ്രൂപ്പിൽ വരണം. ദിസ് ഗ്രൂപ്പ്, സൺറൈസ് ഈസ് വെരി ലക്കി. They are in this group. We are at the right group in right time. ശരിയായ സമയത്ത് ശരിയായ ഗ്രൂപ്പിൽ വന്നു. നമ്മളപ്പോ എന്തൊക്കെ ചെയ്യണം? പ്രാക്ടീസ് അഫർമേഷൻ. വാട്ട് ഈസ് അഫർമേഷൻ? Affirmation is a positive statement. It is used in our meditation, prayer, in our journey. Anytime we can use. It affects conscious and subconscious mind. ഒരു ടോണിക് പോലെയാണ്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും നമ്മൾ പറയാണ്, ഐ ആം ഹാപ്പി ടു സീ ദിസ് പീപ്പിൾ. ഈ ആൾക്കാരെ കാണുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ഡേ ബൈ ഡേ ഇൻ എവരി വേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു അഫർമേഷൻ ആണ്. ഫ്രഞ്ച് സൈക്കോളജിസ്റ്റ് എമിൽകോ അദ്ദേഹത്തിന്റെ ആ ഒരു ഫ്രഞ്ച് ജനതയെ ഉയർത്തിയ ഒരു അഫർമേഷൻ ആണ്. അടുത്ത അഫർമേഷൻ, എവരി ചലഞ്ച് ഐ ഫേസ് മേക്സ് മീ സ്ട്രോങ്ങർ ആൻഡ് ബെറ്റർ. പ്രിയമുള്ളവരെ, ഈ ഗ്രൂപ്പിലുള്ളവർക്കെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പരാജയങ്ങളാണ് എന്നെ ഒരു വലിയൊരു വ്യക്തിയാക്കി തീർന്നത്. ആ അഫർമേഷൻ എങ്ങനെയാണ്? എവരി ചലഞ്ച് ഐ ഫേസ് മേക്സ് മീ സ്ട്രോങ്ങർ. റിപ്പീറ്റ് ഇറ്റ് വിത്ത് മീ. എന്നോടൊപ്പം നിങ്ങളൊന്ന് ആ അഫർമേഷൻ പറയുക. എവരി ചലഞ്ച് ഐ ഫേസ് makes me stronger and better. കണ്ടോ? ഞാൻ ഫേസ് ചെയ്തിട്ട് അഭിമുഖീകരിക്കുന്ന ഓരോ വെല്ലുവിളിയുമാണ് എന്നെ ഇങ്ങനെയാക്കി തീർത്തുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്രൂപ്പിൽ വരില്ല. നമുക്ക് ചലഞ്ചസ് ഉണ്ട്. നമ്മളെ ചിലർ കളിയാക്കിയിട്ടുണ്ട്. നമ്മളെ ചിലർ എന്ത് പറയുന്നത്, വിജയിക്കുന്നില്ല പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കുറിച്ച് ചില നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ഈ വെല്ലുവിളികളൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പം ഇനിയും ചില അഫർമേഷൻ, ഒരുപാട് അഫർമേഷൻ ഉണ്ട്. ഐ ആം എ ബ്ലെസ്സിങ് ടു ദ വേൾഡ്. നമ്മൾ പറയുകയാണ്, ഞാൻ ഈ ലോകത്ത് ഒരു അനുഗ്രഹമാണെന്ന് പറയുകയാണ്. ഇന്നലെ വരെ നമ്മൾ പറഞ്ഞിരിക്കുന്ന, എന്നെ കൊണ്ട് ഈ ലോകത്തൊന്നും ആകില്ല. പക്ഷെ നമ്മുടെ അഫർമേഷൻ എന്താണ്? ഐ ആം എ ബ്ലെസ്സിങ് ടു ദ വേൾഡ്. ഈ അഫർമേഷൻ പറയുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും. നമുക്കൊരു ഒരു സെൽഫ് ടോക്കിൽ നമുക്കൊരു നമ്മളെ കുറിച്ചൊരു വിശ്വാസം ഉണ്ടാവുന്നു. പ്ലീസ് റിപ്പീറ്റ് ഇറ്റ് വിത്ത് മീ. നമ്മളൊന്ന് മനസ്സിലൊന്ന് ഒരു പുഞ്ചിരി തൂക്കിക്കൊണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ എന്ത് പറയുന്നു? ഇങ്ങനെ പറയുന്നു, ഐ ആം എ ബ്ലെസ്സിങ് ടു ദ വേൾഡ്. പ്ലീസ് സേ I am a blessing to the world. Once again. You can say affirmation with feel it and see it and act it. I am a blessing to the world. നിങ്ങളൊന്ന് അനുഭവിക്കുക അത് പറയുമ്പോൾ. I am a blessing to the world. ഇത് നിങ്ങൾ പലപ്പോഴും പല സമയത്തും നിങ്ങൾ പറയുക. ഒരു പ്രശ്നം അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾ ഇത് പറയുക. നെക്സ്റ്റ് വൺ നോക്കി, ഓവർകം ഫിയർ ആൻഡ് ഡൗട്ട്. നമുക്ക് നമ്മളെ കുറിച്ച് വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭയത്തെ ഓവർകം ചെയ്യാൻ പറ്റും, സംശയത്തെ ഇല്ലാതാക്കാൻ പറ്റും. എംബ്രേസിംഗ് ചലഞ്ചസ് ആൻഡ് ടേക്കിംഗ് കാൽക്കുലേറ്റഡ് റിസ്ക് ഹെൽപ്സ് ബിൽഡ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് ബിലീഫ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യും? ചലഞ്ചസിനെ നമ്മൾ ഒഴിവാക്കുകയല്ല, അത് നമ്മൾ എംബ്രേസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ ബിൽഡ് ചെയ്യുന്നു. ഈ സെൽഫ് കോൺഫിഡൻസ്, ഇത് നമ്മൾ പറയില്ലേ, ഈ ബിലീവ് ഇൻ യുവർ സെൽഫ്, നമുക്ക് എന്നാ എംബ്രൈസിങ് ഫെയിലുവർ. ഈ പരാജയങ്ങളെ നമ്മൾ വിജയത്തിന്റെ ചവിട്ടുപടികളാക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു കോട്ട് പറഞ്ഞത് റോബിൻ ശർമ്മയാണെന്ന് തോന്നുന്നു. യെസ്, ഇന്ത്യൻ ബോൺ അമേരിക്കൻ മോട്ടിവേഷണൽ സ്പീക്കർ ആണ് റോബിൻ ശർമ്മ. അദ്ദേഹം പറഞ്ഞെന്താ? എവരി ഫെയിലുവർ ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഇൻ ടു സക്സസ്. പിന്നെ നമ്മൾ മലയാളത്തിൽ പറയുന്നത്, നമുക്കെറിഞ്ഞ ആ കട്ടകളെ നമ്മൾ എന്താക്കാം? ഒരു വലിയ സൗധം പണിയുക. നമുക്കെതിരെ നമ്മുടെ ശത്രുക്കൾ എറിഞ്ഞ കട്ടകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വലിയൊരു സൗധം പണിയുക, വലിയൊരു കെട്ടിടം പണിയുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫെയിലിയറിനെ ഒഴിവാക്കുന്നില്ല, അതിനെ എംബ്രേസ് ചെയ്യുന്നു. എന്ത് വിചാരിക്കുന്നു?
It is a learning opportunity. Failure is an essential part of growth. നമ്മൾ പറയല്ലേ, ഫെയിലുവർ ഈസ് ദ നോട്ട് ഓപ്പോസിറ്റ് ഓഫ് ദ സക്സസ്. ഈ വിജയത്തിന്റെ എതിർ അല്ല പരാജയം. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് സക്സസ്. Once again, failure is not the opposite of success, but it is a part of success. അപ്പൊ ഇനി മുതൽ എന്നെ കേൾക്കുന്ന ആ നന്മയുള്ള ഹൃദയങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുമ്പോൾ പറയുക, ഇനിയും കൂടുതൽ കുതിച്ചുയരാനായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നു? ഫെയിലുവറിനെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഇൻ ടു സക്സസ് ആക്കുന്നു. ഇത് നമ്മുടെ കുട്ടികളൊക്കെ വിചാരിച്ചാൽ യെസ്, ആത്മഹത്യകൾ ഇല്ലാതാവും. നമുക്കൊരു അഡ്മിഷൻ കിട്ടാതെ വരുമ്പോൾ എനിക്കൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടാതെ വരുന്നത്. നമുക്കൊരു സെലക്ഷൻ, ജോലി കിട്ടാതെ വരുമ്പോൾ നമ്മൾ പറയണം, ആ ജോലിയേക്കാൾ വലിയൊരു ജോലി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പറയണം. ഈ യൂണിവേഴ്സ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയണം. കണ്ടോ, നമ്മുടെ അഫർമേഷൻ നെഗറ്റീവിനെ എന്താക്കുന്നു? നമ്മൾ പോസിറ്റീവ് ആക്കുന്നു. കാരണം നമ്മൾ ആരാണ്? വി ആർ എ ബ്ലെസ്സിങ് ടു ദ വേൾഡ്. ഈ ലോകത്തെ ഒരു അനുഗ്രഹമാണ്. നിങ്ങൾ പങ്കെടുക്കുന്ന ചില ആഘോഷങ്ങൾ, നിങ്ങൾ പങ്കെടുക്കുന്ന ചില പരിപാടികൾ, നിങ്ങളുടെ ഒരു സാന്നിധ്യത്തെ അവരിഷ്ടപ്പെടുന്നു. നിങ്ങളുടെ ഒരു ഓറായെ, നിങ്ങളുടെ ഒരു ചുറ്റുമുള്ള ഒരു വൈബ്രേഷനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നു. അതാണ് എവരി പീപ്പിൾ ഇൻ കോണ്ടാക്ട് യു ക്യാൻ കൺവേ, യു ക്യാൻ കൺവിൻസ് യുവർ വിഷൻ, മിഷൻ ടു ദ പീപ്പിൾ ഇൻ കോണ്ടാക്ട്. അപ്പൊ നമുക്ക് ഇത് അടുത്തെന്താ പറയുന്ന? സെലിബ്രേറ്റിംഗ് സക്സസ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അക്നോളജിങ് ആൻഡ് സെലിബ്രേറ്റിംഗ് യുവർ അച്ചീവ്മെന്റ്സ് റീഇൻഫോഴ്സസ് സെൽഫ് ബിലീഫ് ആൻഡ് മോട്ടിവേറ്റ്സ് കണ്ടിന്യൂഡ് ഗ്രോത്ത്. വീണ്ടും വീണ്ടും വളരുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അപ്പൊ വീണ്ടും ഞാൻ ചോദിക്കുന്നു, ഹൗ തോട്ട്സ് വർക്ക് ഫോർ യു? അല്ലെ, നമ്മുടെ ഈ ചിന്തകളൊക്കെ നമുക്ക് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? നോക്കിയേ, എങ്ങനെയാണ് സഹായിക്കുന്നത്? തിങ്ക് ഓഫ് എ ടൈം ഇൻ ദ പാസ്റ്റ് വെയർ യു ഫെൽറ്റ് ആങ്സൈറ്റി. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു വളരെ സങ്കടം നിറഞ്ഞ ആങ്സൈറ്റി ആയിട്ടൊരു വിഷയം. വാട്ട് വാസ് ദ സിറ്റുവേഷൻ? മനസ്സിൽ കണ്ടുക. വാട്ട് ഡിഡ് ഇറ്റ് ഫീൽ ലൈക്ക്? എന്തായിരുന്നു നിങ്ങൾക്ക് തോന്നിയത്? വാട്ട് ലിഡ് അപ് ടു ദ ഫീലിംഗ്? വാട്ട് വാസ് ദ ഔട്ട്കം? മനസ്സിൽ വരുമ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആങ്സൈറ്റി നിറഞ്ഞ ചില നിമിഷങ്ങൾ വരാം. അവിടെ നിങ്ങളുടെ ആ സിറ്റുവേഷൻ എന്തായിരുന്നു? അവിടെ നിങ്ങൾക്ക് എന്ത് തോന്നി? അതെന്തിലേക്ക് നയിച്ചു? അതിന്റെ റിസൾട്ട് എന്താണ്? കണ്ട, ലെറ്റ് us look at this closer to see what was happening in the situation and how you could have changed. കണ്ട, അത് നമ്മളെ മാറ്റി. നമ്മൾ കോവിഡ് എന്ന മഹാമാരിയെ നമ്മൾ ഫേസ് ചെയ്തു. ഓർക്കുക, കോവിഡ് എന്ന മഹാമാരി 70 ലക്ഷത്തിലധികം ആൾക്കാരെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റി. ഇപ്പൊ ഈ ക്ലാസ് എടുക്കുന്ന ഞാനോ എന്നെ കേൾക്കുന്ന നിങ്ങളോ ആ ലിസ്റ്റിൽ പെട്ടിട്ടില്ല. ഈ യൂണിവേഴ്സിന്, ഈ ലോകത്ത് നമ്മളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം ആവശ്യമുണ്ട്. ബിലീവ് ഇൻ യുവർസെൽഫ്. നിങ്ങൾ വിശ്വസിക്കുക. വെദർ യു തിങ്ക് യു ക്യാൻ ഓർ യു തിങ്ക് യു ക്യാൻ, യു ആർ റൈറ്റ്. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു, അത് കഴിയില്ല, അത് പറ്റും, ഇതല്ല, എന്താണോ അത് നിങ്ങളെല്ലാം റൈറ്റ് ആണെന്നാണ് പറയണത്. സിൻസ് പാഷൻ കംസ് ഫ്രം വിത്തിൻ യു. കൺക്ലൂഷൻ, ബിലീവിങ് യുവർസെൽഫ് ഈസ് എ ജേണി. നമ്മൾ പറയാം, ഹാപ്പിനെസ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, ഇറ്റ് ഈസ് എ ജേണി എന്ന് പറയുന്നതിന് നിങ്ങളെ വിശ്വസിക്കുന്നത് ഒരു യാത്രയാണ്. വിത്ത് പെർസിസ്റ്റൻസ്, സെൽഫ് അവയർനെസ് ആൻഡ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നമ്മളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ്. ഇൻസ്റ്റെഡ് ഓഫ് നാരോ മൈൻഡ് സെറ്റ്. നമ്മൾ നാരോ മൈൻഡ് സെറ്റിൽ നിന്നും ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് വളരുന്നു. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന വഴി നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് വളരുന്നു. യു ക്യാൻ അൺലോക്ക് യുവർ ഫുൾ പൊട്ടൻഷ്യൽ ആൻഡ് അച്ചീവ് ഗ്രേറ്റ്നെസ്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കാർക്കും ആ ഒരു സമയം കഴിഞ്ഞിട്ടില്ല. കാരണം എവറി ഡേ ഇസ് എ ന്യൂ ബിഗിനിങ്. എവറി മൊമെന്റ് ഹാസ് മെനി ഓപ്പർച്യൂണിറ്റീസ്. ഓരോ ദിവസവും ഒരു പുതിയ ദിവസമാണ്. ടുഡേ, ഇന്ന് 19, 11, 25, ഇന്നൊരു പുതിയ ദിവസമാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നിങ്ങൾ ഫുൾ പൊട്ടൻഷ്യൽ അറിയുക. നോ യുവർ ഫുൾ പൊട്ടൻഷ്യൽ, നോ യുവർ സ്ട്രെങ്ത്. അങ്ങനെ ഗ്രേറ്റ്നെസ് അച്ചീവ് ചെയ്യുക. അപ്പൊ അങ്ങനെ നമുക്ക് believing yourself is a very, very super
phenomena, the message you tell yourself need to be affirming and positive. Next എന്താണ്? If you believe you are a failure, you will fail. നിങ്ങൾ വിശ്വസിക്കുകയാണ് ഞാനൊരു പരാജയമാണ്, എനിക്കിതുപോലെയൊക്കെ രണ്ടു വാക്ക് സംസാരിക്കാൻ മടിയാണ്. ഇപ്പൊ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് പറയാൻ കഴിയുമ്പോൾ ഞാനൊന്നും സംസാരിക്കില്ല. ഈ ക്ലാസ് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യാനായിട്ട് ഇതുവരെ മടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. യെസ് എന്ന് എഴുതുമ്പോൾ YAS ആയി പോകുമോ? ഇങ്ങനെയുള്ള ഭയത്താൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ മടിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭയമൊക്കെ മാറ്റണം. നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോൾ രണ്ടു വാക്ക് സംസാരിക്കണം. ഈ ക്ലാസ്സിൽ നമ്മൾ ഇതിനിടയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു പോയിന്റ് നിങ്ങൾ ചാറ്റ് ബോക്സിൽ എഴുതണം. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ അത് ഡെലിവർ ചെയ്യുമ്പോൾ, അതൊരാൾ റീഡ് ചെയ്യുമ്പോൾ, യു അൺബ്ലോക്ക് യുവർ ഫെയിലുവർ. നമ്മുടെ പരാജയത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? അൺബ്ലോക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. യെസ്, ഓരോരുത്തോടും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി. കോവിഡിന് ശേഷം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട വലിയൊരു ക്വാളിറ്റിയാണ് നന്ദി, കൃതജ്ഞത. നിങ്ങൾക്കറിയാം, ഇപ്പം ഭക്ഷണം ഉണ്ടാക്കി തരുന്ന മാതാപിതാക്കളോട് കുട്ടികൾക്ക് നന്ദിയില്ല. എന്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു ടീച്ചർമാരോട് കുട്ടികൾക്ക് നന്ദിയില്ല. അവർ പ്രിറ്റൻഡ് ടു ബി ഗ്രേറ്റ്ഫുൾ എന്നാണ്. അവർ നന്ദി ഉള്ളതായിട്ട് അഭിനയിക്കുന്നു. ഫ്രം ഹാർട്ട് അവരുടെ ഹൃദയത്തിൽ നിന്ന് നന്ദി ഇല്ലാതായി വരുന്നു. ഈ കോവിഡിന് ശേഷം നഷ്ടപ്പെട്ട വലിയൊരു ക്വാളിറ്റിയാണ്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് യൂണിവേഴ്സൽ ഫോഴ്സസ് ഇൻ ദ വേൾഡ് എന്നാ പറയുന്നത്. ഈ ലോകത്തെ ഏറ്റവും വലിയൊരു ശക്തി തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് അൺലോക്സ് ഗ്രേസ്, അൺലോക്ക് ദ ഡോർ ഓഫ് ഗ്രേസ്. ആ നന്ദി, നമ്മൾ പറയില്ലേ, ആ നന്മ അടച്ചു വെച്ചിരിക്കുകയായിരിക്കും. ആ നന്മയുടെ ഡോർ തുറക്കുന്നു നന്ദിയുള്ളവരാകുന്നു. അപ്പൊ ആരോടൊക്കെ നന്ദി വേണം? ജന്മം തന്ന മാതാവിനോടും പിതാവിനോടും. യു ക്യാൻ വിഷ്വലൈസ് യുവർ പേരൻസ്. അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മളിപ്പോ അവരെ ഒന്ന് ഹഗ് ചെയ്യുന്നതായിട്ട് വിചാരിക്കുക. അവരിപ്പോ ഭൂമിയിൽ ഇല്ലെങ്കിൽ അവരുടെ ആ ഒരു ആ നിമിഷങ്ങളെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മനസ്സിൽ കാണാം. ആരെയൊക്കെയാണ്? ജന്മം തന്ന മാതാവിനെയും പിതാവിനെയും. ഫീൽ ഇറ്റ്, സീ ഇറ്റ് ആൻഡ് ആക്ട് ഇറ്റ്. അവരോട് നന്ദിയുണ്ട്, കാരണം ഈ ഭൂമിയിൽ വരുന്നതിന്. അറിവ് പകർന്നു തന്ന ഗുരുക്കന്മാർ, ഫ്രം പ്രൈമറി ടു യുവർ കോളേജ് ഓർ അതർ എബവ്, ഓരോരോ ടീച്ചേഴ്സിനോടും ഓരോരോ ഗുരുക്കന്മാരോടും ഓരോരോ ആൾക്കാരോടും നന്ദിയുണ്ട്. നമുക്ക് ചലഞ്ചസ് തന്നവരോട് നന്ദിയുണ്ട്. വഴി പറഞ്ഞു തന്നവരോട് നന്ദിയുണ്ട്. മരുന്ന് തന്നവരോട് നന്ദിയുണ്ട്. മുറിവിൽ ട്രസ് ചെയ്ത ആ നേഴ്സിനോട് നന്ദിയുണ്ട്. വാഹന സൗകര്യം ഏർപ്പെടുത്തിയ ആൾക്കാരോട് നന്ദിയുണ്ട്. പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുമ്പോൾ ആ നിൽക്കുന്ന ചിലപ്പോൾ ഒരു ബംഗാളി ആയിരിക്കാം, താങ്ക് യു എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു നന്ദിയുള്ളൊരു പെട്രോൾ, ആ ഇന്ധനമാണ് നമ്മുടെ വണ്ടിയിൽ നിറയ്ക്കുന്നത്. അപ്പൊ നമ്മൾ പോകുന്നത് വാഹനത്തിൽ നന്ദിയോടായിരിക്കും. റിമെമ്പർ, ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ വൺ ഓഫ് ദ ഫണ്ടമെന്റൽ, വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഫോഴ്സസ് ഇൻ യൂണിവേഴ്സ്. വളരെ വലിയൊരു ശക്തി തന്നെയാണ്. അപ്പൊ എന്നെ കേൾക്കുന്നില്ല എന്താ? ഇഫ് യു ബിലീവ് യു ആർ എ ക്വിറ്റർ, യു വിൽ ക്വിറ്റ്. നമ്മൾ ഇഫ് യു ബിലീവ് യു ആർ എ വിന്നർ, യു വിൽ വിൻ. നമ്മൾ വിജയിക്കുമെന്ന് വിചാരിച്ചാൽ നമ്മൾ വിജയിച്ചിരിക്കും. അപ്പൊ നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. ബിലീവിങ് യുവേഴ്സെൽഫ് ഇസ് എ വെരി ഗുഡ് ക്വാളിറ്റി, വെരി ഗുഡ് സ്കിൽ. നമുക്ക് 1 to 10 5 താഴെയുള്ളവരാണെങ്കിൽ 10 തന്നെ എത്തിക്കുക. ഞാൻ എന്നെ വിശ്വസിക്കുന്നു, ഞാൻ എന്നെ ഈ ലോകത്ത് വിശ്വസിക്കുന്നു എന്ന് തന്നെ പറയുക. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല സമയങ്ങളൊക്കെ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് നമ്മളെ ആദ്യം വേണ്ടത് ലവ് യുവേഴ്സെൽഫ്, ബിലീവ് ഇൻ യുവേഴ്സെൽഫ്, റെസ്പെക്ട് യുവേഴ്സെൽഫ്, അപ്രീഷിയേറ്റ് യുവേഴ്സെൽഫ്. വേണമെങ്കിൽ എല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാവരും വലത് കൈയൊന്ന് ഇങ്ങനെ ഉയർത്തുക. എന്നെ കാണുന്നവർക്ക് കാണും, ജസ്റ്റ് വലത് ഉയർത്തുക. ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മളുടെ ഷോൾഡറിൽ നമുക്ക് തന്നെ ജസ്റ്റ് ടച്ച് ചെയ്യാം. യു ഓവർകം മെനി ചലഞ്ചസ് ബിഫോർ. ഇപ്പോൾ അനുഭവിച്ച ഈ പ്രതിസന്ധികൾക്ക് മുമ്പ് ഒരുപാട് ചലഞ്ചസിനെ
നീ ഓവർകം ചെയ്തിട്ടുണ്ട്, പിന്നെയാണോ ഈ പ്രശ്നം? യു അപ്രീഷിയേറ്റ് യുവർ സെൽഫ്, യു റെസ്പെക്ട് യുവർ സെൽഫ്, ലവ് യുവർ സെൽഫ്, ബീയിങ് യുവർ സെൽഫ്. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ നേടട്ടെ. ഒരുപാട് കഴിവുകളുള്ളതാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ വ്യക്തികളും. അപ്പൊ നമുക്ക് ഇറ്റ് ഈസ് ബെറ്റർ ടു ഡു ടുഡേ. ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ് ടു ഡു സംതിങ് അഗൈൻ. ഒട്ടും വൈകിട്ടില്ല നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ, നിങ്ങളുടെ ബിസിനസ് വിജയകരമാക്കാൻ, നിങ്ങൾ എവിടെയാണോ അവിടേക്ക് നിങ്ങളുടെ സാന്നിധ്യം നിറയ്ക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആ ചിന്തകൾ, നിങ്ങളുടെ ഇമോഷൻസ്, അതെല്ലാം ഒരു അലൈൻമെന്റിലാകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പ്രകടിപ്പിക്കുന്ന ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇറ്റ് കണക്ട് വിത്ത് അതർ പീപ്പിൾ. ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ ഓറായാണെന്ന് പറയാം. അതിനെന്ത് ചെയ്യണം? ബിലീവ് ഇൻ യുവർ സെൽഫ്, യു നോ യുവർ സ്കിൽസ്, യു നോ യുവർ പവർ ആൻഡ് ഷെയർ ടു ദിസ് വേൾഡ്, ബിക്കോസ് യു ആർ എ ബ്ലെസ്സിങ് ടു ദിസ് വേൾഡ്. നിങ്ങൾ ഈ ലോകത്തിലെ ഒരു അനുഗ്രഹമാണ്. യു ആർ എ ബ്ലെസ്സിങ് ടു ദ വേൾഡ്. ഫീൽ ഇറ്റ് ആൻഡ് സേ ഇറ്റ് വൺസ് അഗൈൻ. ഡേ ബൈ ഡേ, ഇൻ എവരി വേ യു ആർ ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. എല്ലാ ദിവസവും നിങ്ങൾ മെച്ചമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്നലത്തേക്കാൾ മനോഹരമാക്കുക, നാളെ ഇതിലും മനോഹരമാക്കുക. അങ്ങനെ നിങ്ങളുടെ ഈ സാന്നിധ്യം ഈ ഭൂമിയിൽ അറിയിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയങ്ങൾ നേടുക. ഹാവ് എ നൈസ് ഡേ. This wonderful day with beautiful souls, and happy to see you all again. Believe in yourself is one of the best quality in this universe. So, എനിക്ക് അവസരം തന്ന സൺറൈസ് ഫാമിലിയോടും, വിനോദ് സാറിനോടും, അനീഷ് സാറിനോടും, ജോസഫ് സാർ, ജുമാൻ സാർ, ഒരുപാട് നല്ല മുഖങ്ങൾ കാണുന്നുണ്ട്. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ, ഗ്രേറ്റ് ഡേ. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു. വിശ്വാസവും പ്രതീക്ഷയുമാണ് നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങളിലോട്ട് എത്തിക്കുന്നത്. അതിനു വേണ്ടുന്ന ടിപ്പുകൾ പറഞ്ഞു തന്ന അനിൽകുമാർ സാറിനോട് താങ്ക്സ് പറയാൻ അറിയുന്ന ആൾക്കാർ വീഡിയോ ഓൺ ചെയ്ത് താങ്ക്സ് പറയണമെന്ന് പറയുന്നത് അത് നമ്മുടെ ഗസ്റ്റിനോടുള്ള ഒരു ആദരവാണ്. അപ്പം ഇനി 2-3 മിനിറ്റോടെ ഉണ്ട്. എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. ഇന്ന് അനിൽ സാർ പറഞ്ഞ ആ ഒരു ഇതുവരെയുള്ള ക്ലാസ് വളരെ വാല്യുബിൾ ആയിരുന്നു. വളരെ സെൽഫ് ബിലീവിന് ഏറ്റവും പറ്റിയൊരു മോട്ടിവേഷൻ ആയിരുന്നു സാർ പറഞ്ഞത്. ഐ ആം എ ബ്ലെസ്സിങ് ടു ദ വേൾഡ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു ഷമീർ സാർ. ജോസഫ് സാർ പറഞ്ഞതാണ്, നമ്മൾ വീഡിയോ ഓണാക്കാൻ നമ്മൾ ചില ഭയങ്ങളുണ്ട്. ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്യാൻ ഭയം, വീഡിയോ ഓണാക്കാൻ ഭയം. ഈ ഭയങ്ങളോടുകൂടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത്. 95-ാം വയസ്സിൽ വല്ലതും ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? സോ ചലഞ്ച് യുവർ ഫിയർ വിത്ത് സെൽഫ് ബിലീഫ്. നമ്മളെ വിശ്വസിക്കുക. ഞാൻ ഈ വീഡിയോ ഓണാക്കി ഞാൻ 2 വാക്ക് പറയും. അത് നമ്മൾ ഏർപ്പെടുന്ന ചില കാര്യങ്ങൾ നമ്മൾ വിജയിക്കുവാൻ താല്പര്യപ്പെടും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉൾവലിയുന്നു. ഇത് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് വിജയിക്കുവാൻ തടസ്സപ്പെടും. അതുകൊണ്ട് നമ്മൾ ഈ ക്ലാസ്സിലല്ല, അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴും ഞാൻ വീഡിയോ ഓണാക്കി വരും. എന്തുകൊണ്ട് ഭയപ്പെടുന്നു? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചലഞ്ച് യുവർ ആ ലിമിറ്റിംഗ് ബിലീഫ്. അതർവൈസ് യു വിൽ ബി ഓൾവേസ് ഇൻ ആ ഒരു പൊട്ടക്കിണറിൽ എന്ന് പറയല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ദിവസവും നമ്മളെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്കൊരു ബോധം വേണം. നാളെ ഞാൻ എന്ത് ചെയ്യും? വീഡിയോ ഓണാക്കി ഇതുപോലെ വേറൊരു ക്ലാസ് കേൾക്കും, എന്നിട്ട് എന്റെ അഭിപ്രായം ഞാൻ പറയും. അതാണ് ഏറ്റവും വലിയത്. കാരണം നമ്മളൊരു ഇന്ററാക്റ്റീവ് ആവുമ്പോൾ ഞാൻ പറയുന്നതിൽ നിന്നും ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. അവിടെയാണ് നമ്മുടെ ഒരു സെക്ഷൻ പിന്നെന്തായിരുന്ന ഞാൻ വിചാരിക്കുന്നതിനും അപ്പുറം ബെനിഫിറ്റ് ആവും. യെസ്, എനിബഡി? സന്തോഷ് സാറേ, ഗുഡ് മോർണിംഗ്. സാർ പറഞ്ഞ ഒരു കോട്ട് എനിക്ക് ഭയങ്കരമായിട്ടും ശ്രദ്ധിച്ചൊരു കോട്ടാണ്. നന്ദി ഉള്ളവരായിട്ട് അഭിനയിക്കുക എന്നുള്ളതല്ല, ആക്ച്വലി നന്ദി ഉള്ളവരാകുക. ഒത്തിരി അർത്ഥമുള്ള ഒരു കോട്ടായിട്ട് തോന്നി. പലപ്പോഴും നമ്മുടെ കാര്യത്തിലും മറ്റു പലരുടെ കാര്യത്തിലും നമ്മൾ ഈ ചിരിച്ചു കളിച്ച് പോകുമ്പോൾ ചിലയിടത്തെങ്കിലും ഞാനും അഭിനയിക്കാറുണ്ട്. പക്ഷെ ആക്ച്വലി അതൊരു തിരിച്ചറിവ് തന്നെയായിരുന്നു. ആക്ച്വലി നന്ദി ഉള്ളവരാകുക എന്നുള്ളതാണ് പ്രാധാന്യം. അഭിനയം അതൊക്കെ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടായിട്ട് തോന്നി. താങ്ക് യു സാർ. അതെ സാറേ, അതിപ്പോ സാർ പറഞ്ഞുകൊണ്ട് ഞാനൊന്നൂടി പറയാം സാറേ.